അപ്പോൾ നമ്മൾ നൈസായിട്ട് ഗ്രൗണ്ടിലേക്ക് കിണ്ടുണ്ട് ഗൈസ്. അപ്പോഴേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് ഒരു എനിമി പായുന്ന കണ്ട് അവനെ ബാഗ് പുറകെ വെച്ച് പിടിച്ച് ഗൈസ്. പക്ഷേ ഇവിടെ എത്തിയിട്ട് അവനെ കണ്ടില്ല. പക്ഷേ ഡാർക്ക് ബഫിൻ്റെ പോയിന്റ് ഉണ്ടായതുകൊണ്ട് അത് കളക്റ്റാക്കി. അതുകൊണ്ട് 10% എക്സ്ട്രാ ഷീൽഡ് ആർമർ പ്രൊട്ടക്ഷൻ കിട്ടിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു എനിമീനെ കണ്ട് അവനെ കുത്തി പിടിച്ച് ഡ്രോപ്പ് ആക്കാൻ നോക്കുമ്പോഴേക്ക് അവൻ ജസ്റ്റ് മിസ്സിന് എസ്കേപ്പ് ആയി. പക്ഷേ ഞാൻ വിടുമോ? മിനി SMG വെച്ച് അവനെ തീർത്ത് ഗൈസ്. എനിക്കെന്തായാലും ഈ ഗണ്ണ് വെച്ചിട്ട് കുറേ നേരം പിടിച്ച് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും മീത്ത പോയി ലൂട്ടടിച്ചിട്ട് വരാം. അപ്പോഴൊക്കെ കാണാൻ പുറത്തുനിന്ന് കുറച്ച് സൗണ്ട് കേട്ടാൽ അവിടെ പുറത്ത് പൂരത്തല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇടപെടാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി നോക്കിയതാ. പിന്നെ കണ്ട കാഴ്ച നിങ്ങൾ തന്നെ നോക്കുക. ഞാൻ അങ്ങോട്ട് പോയിട്ട് സകല വാഹനം നോക്കി. നമുക്കൊരു മനുഷ്യനെ പോലും അവിടെ കണ്ടില്ല. പിന്നെ കുറച്ചങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ 2 എനിമീസ്. ഞാൻ അവനെ കുത്തി പിടിച്ച് നോക്കി. പക്ഷേ അവൻ വീണില്ല. പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് ഡബിൾ ടെക്ക് ഡൗൺ എടുത്തിട്ടുണ്ട് നൈസായിട്ട്. പിന്നെ അവിടെ ഒരു വൂക്കോ നിൽക്കുന്നുണ്ടായിരുന്നു. അവന് ഞാൻ ജസ്റ്റ് നോക്കാക്കാൻ നോക്കി. പക്ഷേ അവൻ ബ്ലൂ വാളിൻ്റെ ബാക്കിൽ പോയി ഒളിച്ചെന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവൻ ഞാൻ നൈസായിട്ട് ഹെഡിൽ നല്ല ഡാമേജ് കൊടുത്തിട്ട് ട്രിപ്പിൾ ടെക്ക് ഡൗൺ. അങ്ങനെ നമ്മളുടെ ഈ കളിയിലത്തെ 3ാമത്തെ കില്ലാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. നമ്മൾ ഈ കളിയിൽ 5 കില്ലെടുത്താൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. ലൈക്ക് ടാർഗറ്റ് 15K ഒന്നും ഞാൻ പറയാം, നിങ്ങൾ അടിക്കാതെ നമുക്കറിയൂ. ലൈക്ക് ടാർഗറ്റ് 20. അപ്പോൾ ഇത് പറയുന്ന പോലെ നമുക്ക് 20 ലൈക്സ് കിട്ടിയാൽ നമ്മൾ ഒരു ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ താഴെ കാണുന്ന ചുവപ്പ് ബട്ടനെ വെളുപ്പാക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോയി കൈക്കോ ഫാൻസ് എന്ന് അടിച്ചു കൊടുക്കുക. ഞാൻ നോക്കുമ്പോൾ ഒരു ന്യൂബൈലെ കൂടി ഓടി പോകുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ വെച്ച് കീച്ചി. അങ്ങനെ നമുക്ക് ഈ കളിയിൽ കോഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ടാർഗറ്റ് മറക്കരുത് 20. ഇനി ഒരു കില്ലെടുത്താൽ 20 ലൈക്സ്. അപ്പോൾ ഞങ്ങൾക്ക് മുകളിൽ നിന്ന് നല്ല വെടിവെച്ചതിൻ്റെ സൗണ്ട് കേട്ടു. അതുകൊണ്ട് ഞാൻ മുകളിലേക്ക് വെച്ച് പിടിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ചില ആൾക്കാരുണ്ടാകും ഈ എൻ്റെ ബാക്കിലെല്ലാം ഒളിച്ചിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇത്തിരി അലേർട്ടായിട്ടാണ് പോകുന്നത്. അപ്പോൾ മുകളിൽ പോയിട്ട് കാണാം. അങ്ങനെ ഞാൻ മുകളിൽ പോയിട്ട് നോക്കുമ്പോൾ ഒരുത്തൻ അവിടെ ഡ്രോപ്പ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുത്തി പിടിച്ച് നോക്കാൻ നോക്കി. പക്ഷേ ആ കില്ല് മറ്റൊരാളാണ് എടുത്തത്. എനിക്ക് അവനോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ അതിൻ്റെ ബാക്കിൽ പോയിട്ട് ഒളിച്ചു തന്നു. എല്ലാരും ചെല്ലണം തന്നിവൻ കൊച്ചു കൊള്ളൊരു ബാല്യക്കാരന് മൊഞ്ചാണേ ലഞ്ചിക്കൊഞ്ചന ബാലത്തമ്പിളി പോലൊരു കാരന്. ഞാൻ കുറച്ചു നേരം കാത്തുന്നപ്പോൾ എൻ്റെ കെണിയിൽ വേറെ വന്നിട്ട് കൊന്നു. ഞാൻ അവൻ MP5 വെച്ച് കൊല്ലാൻ നോക്കിയ. പക്ഷേ MP5 റേഞ്ചിനെ കൊല്ലാത്തതുകൊണ്ട് ഞാൻ G30 എടുത്ത് 1 കില്ലെടുത്തു. അങ്ങനെ നമ്മളെ മാച്ചിലത്തെ 5th കില്ലായി. വേറെ തന്നെ അവിടെ സ്കൈലർ ഇട്ടുന്നുണ്ടായിരുന്നു. അവന് നമ്മൾ കൊന്നു. അപ്പോൾ നമ്മൾ ഈ കളിയിലത്തെ 6th കില്ലാണ്. ഞാൻ പറഞ്ഞിരുന്നത് 5 കില്ലെടുത്താൽ നമുക്ക് 20 ലൈക്സ് തരണമെന്നാണ്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് വീഡിയോ അടിപൊളിയാക്കാൻ ശ്രമിക്കുക. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടുനിന്ന് കുറച്ച് വെടിവെച്ചാൽ വീണ്ടും കേട്ടു. ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു എനിമി കാർ എടുത്ത് പോകാൻ ശ്രമിക്കുന്നു. ഞാൻ അവനെ വിടുക. ഞാൻ 8 വെടിവെച്ചു. അവൻ്റെ കാറിന് തീ പിടിച്ചു. പക്ഷെ അവൻ ജസ്റ്റ് മിസ്സിന് എസ്കേപ്പായി. അപ്പോൾ അപ്പുറത്തെ ബിൽഡിങ്ങിൽ വേറെ ഒരുത്തനുണ്ടായിരുന്നു. അവന് ഞാൻ സ്കോപ്പിട്ട് അടിക്കാൻ നോക്കി. പക്ഷേ അവൻ രക്ഷപ്പെട്ടു. പാട്ടിടുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് ഞാൻ തന്നെ പാടിയ പാട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. 3, 2, 1 സ്കോപ്പിൽ പെട്ടാൽപ്പെടും അതിൽ കട്ടായം. ആരും പേടിക്കണ്ട ഗൈസ്, അതിൻ്റെ റിംഗ് ടോൺ ആണ്. ആരോ എൻ്റെ ഫോൺ വിളിക്കുന്നുണ്ട്. 1 മിനിറ്റ്. ഹലോ കൈക്കോട്ടെ. കൈക്കോട്ടാ? ഓ ഡു യു മീൻ കൈക്കോ കിഡ്? എന്ത് തേങ്ങാട്ടെ, നീ എന്നെ കഴിഞ്ഞ ദിവസം 10 രൂപ എപ്പായിരൂടാ. ഹലോ റേഞ്ച് കട്ടായി തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാം. നാട്ടാരുടെ മുമ്പിൽ മാറ്റിക്കാൻ വേണ്ടിയിട്ട് കള്ള മുനാസിറഫ്.
എന്തുല്ല ഗൈസ്, അതൊരു സഡിക്ക് വള്ളിയിട്ട കേസാണ്. വിട്ടുകളി സ്റ്റാൻഡേർഡ് കളിയാനായിട്ട്. ഗൈസ്, ഞാൻ തിരിച്ചിട്ട് എൻ്റെ കണ്ണൂർ സ്ലാങ്ങിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിലെ കുടിച്ച് പോകുമ്പോൾ മോളിൽ അതിൽ പടി കെട്ടി ഇത് ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിട്ട് പൊടിഞ്ഞു ഗൈസ്. അതുകൊണ്ട് സേഫ് സോൺ എന്നെ ബുദ്ധിമുട്ടാവെന്ന് ഞാൻ പായുന്നു. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം പാട്ട് കേട്ടിട്ട് മനസ്സിലാട്ട് അങ്ങക്ക് പൊടിഞ്ഞ വിഷയം പറഞ്ഞിട്ട്. വലിയ സന്തോഷം. നമ്മളെ കൊന്നത് മാരിയസ് എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരനാണ്, കള്ള ബംഗാളി. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് കൈക്കോ കേഡ്.